ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് രഘുവിന്റെ ജീവിതം വേറൊരു പാതയില്ല. കോടീശ്വരനായ മകന്റെ ആഡംബരങ്ങളിൽ ലയിച്ച് അവന്റെ കൂടെ പോയ അച്ഛന്റെ പാത. നീ നോക്കിക്കോ ശരവണ, അവനെ ഞാൻ കൊടുക്കും. എന്റെ കുടുംബത്തിനോട് ചെയ്തതിനൊക്കെ ഞാൻ പകരം വീട്ടും. ഞാൻ പറഞ്ഞ 3 ദിവസത്തിനുള്ളിൽ എഗ്രിമെന്റ് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹരിക്ക് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ പണം തിരിച്ചു പിടിക്കാൻ ഞാനുണ്ടാക്കുന്നതൊരു വൺ സൈഡ് തീരുമാനമായിരിക്കും. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. യു ഗോട്ട് ഇറ്റ്? ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ അടിച്ചിറക്കാനുള്ള അധികാരം എനിക്കുണ്ട്. പക്ഷെ അത് ഞാൻ പ്രയോഗിക്കുന്നില്ല. എനിക്കിവിടെ ഈ വീടിനകത്ത് തന്നെ താമസിക്കണം. ഇനി ഒരിക്കൽ ഞാൻ അതിനു വേണ്ടി വരുന്നത് ഈ വീടിനകത്തുള്ളവരുടെ ക്ഷണം അനുസരിച്ചായിരിക്കും. അമ്മയുടെ കണ്ണീർക്ക് അവരുതാൻ കാരണം. നിത്യമ്മയ്ക്കും ഹരിസാർക്കും അവരുതാൻ സാർ തടസ്സം. അതിനാലെ അവരെ കൊല്ലണമെന്ന് താൻ നനച്ചേ. അവനെ കൊല്ലാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല സാർ. കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് അറിയുന്നുണ്ടായിരുന്നു. സുജാത എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിലും നേരിട്ട് നിന്ന് അവനെ തോൽപ്പിക്കാൻ നമുക്ക് പറ്റില്ല. ഞാൻ തിരിച്ചു വന്നത് പാലക്കാടുള്ള അവന്റെ പ്രോപ്പർട്ടി വിറ്റ് അവന്റെ കടം തീർക്കുമെന്നുള്ള വിശ്വാസത്തിലാ സുജാത കാത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് അവനത് മണത്തറിഞ്ഞിട്ടുണ്ട്. ആ പ്രോപ്പർട്ടിയിൽ അവൻ അവകാശമുണ്ടെന്ന് പറഞ്ഞ് അവൻ കോടതിയിൽ നിന്ന് ഉത്തരവ് സമ്പാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് തൽക്കാലം വിൽക്കാൻ പറ്റില്ല. എന്നാ സാർ? ശരവണ, ഇപ്പൊ ഞാൻ തീരുമാനമെടുത്ത് വന്നിരിക്കുന്നത് മറ്റൊരു ഉദ്ദേശത്തിലാ. ഞാൻ നാളെ മുതൽ ജീവന്റെ കൂടെ ആയിരിക്കും, JRന്റെ കൂടെ. എന്നാ സാർ? നീങ്ക അവർ കൂടെ എതുക്ക് പോണം സാർ? ഒരാളെ അല്ല, എല്ലാരെയും കൊല്ലാനുള്ള ഉദ്ദേശത്തിലാ അവന്റെ ഈ 2ാം വരവ്. അത് തടയണമെങ്കിൽ എതിർഭാഗത്ത് നിന്നാ പോരാ, അവന്റെ കൂടെ തന്നെ നിൽക്കണം. ചതിച്ചവനെ തിരിച്ചു ചതിക്കണം, കൂടെ നിന്ന് തന്നെ ചതിക്കണം. എന്റെ കുടുംബം, എന്റെ സുജാത, എന്റെ നിത്യമോള്, അവരെ രക്ഷിച്ചെടുക്കാൻ എനിക്ക് പറ്റണമെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റണം. അതിനുവേണ്ടി അവന്റെ കൂടെ എനിക്ക് നിന്നേ പറ്റൂ. പിന്നെ ഞാൻ ഈ ഉദ്ദേശത്തോടെയാണ് അവന്റെ കൂടെ നിൽക്കുന്നതെന്ന് ഒരിക്കലും അവൻ അറിയരുത്. അതുപോലെ സുജാതയും നിത്യം ഹരിയും ആരും അറിയരുത്. അത് വേണം സാർ. സാറ് ജീവൻ സാറോടെ കൂടെ നിന്ന് സുജാതമ്മയ്ക്ക് വെറുപ്പ് തോന്നില്ല, നിത്യാമ്മയ്ക്ക് വെറുപ്പ് തോന്നില്ല. അത് സഹിച്ചേ പറ്റൂ. തൽക്കാലം വേറെ മാർഗമൊന്നുമില്ല ശരവണ. നീ എന്നോട് സത്യം ചെയ്യണം. JRന്റെ തകർച്ച പൂർണ്ണമാകുന്നത് വരെ ഞാനും നീയും സംസാരിച്ചത് ഈ ലോകത്ത് ആരും അറിയില്ലെന്ന്. സാർ, സത്യം ചെയ്ത് താ ശരവണ. ഇവിടെ നിന്ന് അങ്ങോട്ട് രഘുവിന്റെ ജീവിതം വേറൊരു പാതയില്ല. കോടീശ്വരനായ മകന്റെ ആഡംബരങ്ങളിൽ ലയിച്ച് അവന്റെ കൂടെ പോയ അച്ഛന്റെ പാത. നീ നോക്കിക്കോ ശരവണ, അവനെ ഞാൻ കൊടുക്കും. എന്റെ കുടുംബത്തിനോട് ചെയ്തതിനൊക്കെ ഞാൻ പകരം വീട്ടും. സത്യം ഞാനീ പറയുന്നത്. സാർ
സുജാത അമ്മയ്ക്ക് എന്താ സാറെ പിടിക്കാതെ, നിത്യാമ്മയ്ക്ക് പിടിക്കാതെ, ഹരിസാർക്കും പിടിക്കാതെ, യാർക്കുമേ പിടിക്കാതെ സാർ. അവരുടെ എല്ലാം ഉള്ളില് ഇപ്പൊ ജീവനെ വിട സാറിനോട് താൻ വെറുപ്പ് അധികമാ പോച്ച്. ഉങ്ങളാൽ ഇതെല്ലാം താങ്ക മുടിയുമോ സാർ? സുജാതയെ പിരിഞ്ഞിരിക്കുന്നതും അയാളോട് കയർത്ത് സംസാരിക്കുന്നതും എന്നെ കൊല്ലുന്നതിന് തുല്യമാണ്. നിത്യം ഹരി അവൻ വിടാതെ ദ്രോഹിക്കുന്നത് കണ്ടിട്ടും എനിക്ക് മിണ്ടാതെ നിൽക്കേണ്ടി വരുന്നു. അവന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നടക്കേണ്ടി വരുന്നു. എല്ലാം എല്ലാം നിർത്തിടുங்க സാർ. നീങ്ക എതുക്ക് ഇതെല്ലാം പണിയിരിക്കുന്ന് ഞാൻ അമ്മ കിட்ட சொல்லலாம் സാർ. വേണ്ട ശരവണ, എന്റെ ഉദ്ദേശം ജെആറിന്റെ എന്നേക്കുമായുള്ളൊരു വീഴ്ചയാ. എന്റെ കുടുംബത്തിന് എന്നേക്കുമായുള്ളൊരു മോചനമാണ്. കൂടെ നിന്നേ എനിക്കവനെ തടയാൻ പറ്റൂ. അവന്റെ കൂടെ നിന്ന് അവന്റെ ചലനങ്ങൾ അറിഞ്ഞാൽ മാത്രമേ എല്ലാവരെയും ജീവനോടെ എനിക്ക് കാണാൻ പറ്റൂ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും, എന്ത് സഹിക്കും? ജീവന്റെ വീഴ്ച പൂർണ്ണമായി എന്ന് ഞാൻ പറയാതെ നമ്മൾ തമ്മിലുള്ള ഒരു രഹസ്യവും ഒരു കുഞ്ഞു പോലെ അറിയാൻ പാടില്ല. കേട്ടല്ലോ? ഇതെന്റെ കുടുംബത്തിനോട്, കുടുംബനാഥൻ എന്നുള്ള നിലയിൽ എന്റെ കടമയാ. എല്ലാവരും ചിലത് സഹിക്കേണ്ടി വരും. അവൻ ഒടുങ്ങി തീരുന്നതുവരെ. അത് കഴിയുമ്പോ എന്റെ സുജാതയ്ക്ക് എന്നെ മനസ്സിലാവും, എന്റെ നിത്യമോൾക്ക് എന്നെ മനസ്സിലാവും, ഹരിക്ക് എന്നെ മനസ്സിലാവും. അത് മതി. അതുവരെ രഘു ദുഷ്ടനാ, കൊള്ളരുതാത്തവനാ, ചതിയനും സ്വാർത്ഥനുമാ. ഞാൻ കരയാൻ പാടില്ല. ചതിയനായ രഘുവിന് കണ്ണീര് പാടില്ല. സാർ, അവന്റെ പുറകെ അച്ഛനും നമ്മളോട് ഇത്ര ക്രൂരത കാണിക്കുമെന്ന് അമ്മ കരുതിയില്ല മോളെ. നിനക്ക് ഹരിയെ ഒന്ന് കാണണമെന്ന് നാണം കെട്ടിട്ടാണെങ്കിലും ഞാൻ ആ മനുഷ്യനോടൊന്ന് പറഞ്ഞു നോക്കാം. നിത്യ ഒരുപാട് വേദനിക്കുന്നുണ്ടമ്മാവ. എങ്ങനെയെങ്കിലും തിരിച്ചൊന്ന് വീട്ടിലേക്ക് പോയാൽ മതി. ദൂരെ നിന്നായാലും എനിക്ക് അയാളെയും അയാൾക്ക് എന്നെ ഒന്ന് കാണാമല്ലോ. അമ്മ അമ്മാവനോടൊന്ന് വിളിച്ചു പറ, ഹരിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. എനിക്കെല്ലാം വിലക്കൊള്ളും. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാലോ. അത് വേണ്ട മോളെ, അസുഖമൊക്കെ മാറിയിട്ട് വരട്ടെ. ഞാനും നീയും വേദനിക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറെ ആയല്ലോ. കരയാൻ അറിയാത്ത പെണ്ണുങ്ങളല്ല, കരഞ്ഞു തളർന്ന പെണ്ണുങ്ങളാ നമ്മള്.